സുഖല്ലേ? മനുഷ്യന്മാര് വൈറലാകാൻ വേണ്ടിട്ട് എന്ത് കോപ്രായം ചെയ്യാൻ റെഡിയാണ്. പണ്ടാരോ പറഞ്ഞമാതിരി മകൻ മരിച്ചിട്ടായാലും വേണ്ടില്ല, മരിയോളെ കണ്ണീരൊന്നും കണ്ടാ മതി അറിയില്ലേ, അതേമാതിരി ഇതാ ഈ ഒരു അക്കൗണ്ട് ഇല്ലേ, അബ്സ കെ റജി. ഈ അക്കൗണ്ട് ഇതിലെ ഒരു വീഡിയോസ് മാത്രം നിങ്ങൾ നോക്കിയേ, 6.7 മില്യൺ ആണ് ആളുകൾ വാച്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതാ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല അല്ലേ? ഇന്നുണ്ട് ഉണ്ട് ഇത്തര അതും പറഞ്ഞിട്ടാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കണത്. പുള്ളിക്കാരി ഫേസൊക്കെ മാസ്ക് വെച്ചിട്ട് കറക്റ്റായി മൂടിയിരിക്കുന്നു. എന്നിട്ട് ഈ പുള്ളിക്കാരനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് ആ അടുത്തിരിക്കുന്ന ആ മനുഷ്യൻ, അയാളൊന്നും ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടുകുണിച്ചൊന്ന് കമന്റ് അടിക്കൊണ്ടു, ആ ആളെ മുഖം ബ്ലറാക്കും ചെയ്തിരിക്കുന്നു. എന്നിട്ടൊരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞു, ഇതാ എന്നെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കണു, എന്നെ ഭയങ്കരമായിട്ട് തോണ്ടണു, എന്നോട് മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത്. പക്ഷെ എന്തായാലും പുള്ളിക്കാരി വിചാരിച്ച മാതിരി കാര്യങ്ങളൊക്കെ നടന്നിക്കണു. 29.3K ലൈക്കും മൂണിക്കണു, 6033 കമന്റ്സും മൂണിക്കണു, പിന്നെ 31,800 ഷെയറും നടന്നിക്കണു. ഇത്രയൊക്കെ തന്നെ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതെന്തായാലും നടന്നു. ബാക്കി ഒരു വീഡിയോക്കും വ്യൂസ് ഇല്ലെങ്കിലും ഇതിന് നല്ല വ്യൂസ് ഉണ്ട്. അതന്നെയൊന്നും പുള്ളിക്കാരിയും ഉദ്ദേശിച്ചത്. സംഭവം ഇപ്പൊ ആള് നല്ല എയർലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കാം ഈ സമൂഹത്തിലെന്നുള്ള ഒരിത്, പ്രത്യേകിച്ച് ഒരു പെണ്ണും കൂടി ആവുമ്പോൾ ആ അടുത്തിരിക്കുന്ന മനുഷ്യന് തടഞ്ഞിട്ട് പോലും ഇല്ല. ക്യാമറ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഒക്കെ ഷൂട്ട് ചെയ്തിക്കുക. അപ്പോ ഈ കൊറോണ കാലം നല്ലല്ലോ, ഇപ്പൊ മാസ്ക് ഇട്ട് ഇങ്ങനെ നടക്കാൻ. ആ ബസ്സിൽ ഈ ഒരു പെണ്ണ് മാത്രമാണ് മാസ്ക് ഇട്ടിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാ ഇതാരാണെന്നുള്ളത് അറിയരുത് എന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ദാരുണമായ സംഭവങ്ങൾ എനിക്ക് നടന്നിക്കണു എന്ന് മറ്റുള്ളവരെ അറിയിക്കും വേണം. എന്നാലോ എന്നെ ധാര ചെയ്തെന്ന് ചോദിച്ചാൽ ആ ആളുടെ മുഖം കാണിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട് ബുദ്ധി? നല്ല അടിപൊളി ബുദ്ധി. പക്ഷെ സംഗതി പാളി. ആ പാളിയപ്പോ ഒരു ന്യായീകരണം കൊണ്ട് ആള് വന്നിട്ടുണ്ട്. ഒന്ന് കേൾക്കാം. ഹായ്, ഞാൻ അബ്സ ഗേറജി. നിങ്ങൾ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതെ, ലൈഫിൽ നടന്നതായിട്ടുള്ള വലിയൊരു ഇൻസിഡന്റ് പിന്നെ പുള്ളിക്കാരി വീഡിയോ എടുത്ത് വിട്ടത് മാസ്ക് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പ്രതി എന്ന് പറയുന്ന ഈ ചെങ്ങായിനെ ഫുള്ള് ഹൈഡാക്കും ചെയ്തിരിക്കണു. നല്ല കാലം അതിന്റെ അടുത്തേക്കൊന്നും ഗോവിന്ദച്ചാമി വരാന്ന്. കാരണം എന്താ അറിയോ, എന്നാ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടിരുന്നു. കാരണം അത്രക്ക് നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിനെ വേറെ എവിടെ കിട്ടാനാണ്? ഇത്രയും ഉപദ്രവിച്ചിട്ട് ഇത്രയും ദ്രോഹിച്ചിട്ടും ആ വ്യക്തിയുടെ മുഖം ഒന്ന് കാണിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ലല്ലോ. ഭയങ്കര നന്മ മരം തന്നെ. ബാക്കി പറയാം. എന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ് കൊറേ കമന്റ്സ്. നഞ്ഞി അങ്ങനെ ആരും പറയരുത്. ഇപ്പൊ മനസ്സിലായില്ലേ, റീച്ചിനും അല്ല ഫോളോവേഴ്സിനും അല്ല എന്നുള്ളത്. കാരണം ഇത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ മുപ്പത്തേര് പറയണ ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കൂല. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഒന്നും കാണാനില്ല, പിന്നെ എന്തിനാ ചോദിക്കണു എന്നുള്ളത് എന്നെ പോലെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം. ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു മോശത്തരം കാണണ്ടേ, എങ്കിലല്ലേ ചോദിക്കൂ. അത് ചോദിക്കാൻ അതിലില്ല, അതുകൊണ്ടാണ് ചോദിക്കാത്തത്. തെറ്റിദ്ധരിക്കരുത്. എന്താ, അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ ഒരു സെക്കൻഡിലുള്ള വീഡിയോക്ക് മാത്രമേ ഞങ്ങൾ റിപ്ലൈ തരുന്നുള്ളൂ. നീ പറഞ്ഞ പോലെ നീ അവിടെ മറ്റേ പുത്തൂര് ഉണ്ണിയാർച്ചയായിട്ട് അംഗം ഫൈറ്റ് ചെയ്ത രംഗൊന്നും ഞങ്ങൾ ആരും കണ്ടില്ല. അതുകൊണ്ടാണ് ഇതെന്താ സംഭവമെന്നോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളതോ. പിന്നെ നിന്നെ എത്രയും ദ്രോഹിച്ച ഒരാളുടെ ഫേസ് നിനക്ക് കാണിക്കാൻ ഇത്രക്ക് എന്താ പറയാ മോശത്തരായി തോന്നിയെങ്കിൽ പിന്നെ എന്തിനാ നീ ആ ക്യാമറ എടുത്ത്? അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കൊടുത്തിങ്ങോട്ട് ഇടുമ്പോ അത് ചോദിക്കുകയും ചെയ്യും, അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. നീ അയാൾക്ക് കൊടുത്ത റിപ്ലൈ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു ചെറിയൊരു കട്ട് പീസ് അതിലെടുത്തിട്ടെ? അതിൽ അയാളുടെ മുഖം നിന്റെ മുഖം കാണുന്നില്ല, പിന്നെ നീ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്?
നീ മറ്റുള്ളവരോട് റീച്ചിന് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയുന്നു എന്നൊക്കെ ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. നിന്നോട് ഞങ്ങൾ ചോദിക്കട്ടെ, നീ അത് ഈ സമൂഹത്തിന് മുമ്പിൽ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ നീ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നീ ആളുടെ മുഖം കാണിക്കാതെ മറ്റെത്ര സന്മനസ് കാണിച്ചു? വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അയാള് മാന്യായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നാട്ടില് മുഴുവൻ മോശക്കാരായി. അയാള് നല്ല ആളുമായി. സംഭവം അയാൾ നല്ല ആളാന്ന് വെളുക്കും അറിയാം. കിട്ടിയ ഒരു ചാൻസ്. കാരണം ഇതന്നെ അവൾ എത്ര കാലം പ്ലാൻ ചെയ്തിട്ട് കിട്ടിയ ഒരു അവസരമായിരിക്കും എന്നറിയോ? ഇങ്ങനെ അയാൾ ഏതോ ഒരു പമ്പിലെ ജീവനക്കാരനെ തോന്നുന്നുണ്ട് അയാളുടെ യൂണിഫോം ഒക്കെ കണ്ടിട്ട്. എന്തായാലും ഇവള് അയാളുടെ മുഖം ഹൈഡ് ചെയ്ത് വെച്ചത് നന്നായി. അതല്ലെന്നുണ്ടെങ്കിൽ ഇവള് ശരിക്കും വിവരം അറിഞ്ഞിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ. തെളിവ് ചോദിക്കുമോ അവളെ? കാരണം എന്താ അറിയോ, ഒരു മനുഷ്യനെ എന്തിന്റെയും പേരില് ഉമ്മയായാലോ പെങ്ങളായാലോ ഭാര്യ എന്നെ ചെയ്തു പറഞ്ഞാൽ എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കും. എന്നിട്ടേ ഞങ്ങൾ അതിന് മറുപടി പറയുള്ളൂ. ഇനിയിപ്പോ നിന്റെ അടുത്ത് നിനക്ക് അവിടെ തെളിവ് നിരത്താനോ അതല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല വിചാരിച്ചോ, നീ അവിടെ അയാളുടെ മുഖം ഒരിക്കലും ഹൈഡ് ചെയ്ത് വെക്കരുതായിരുന്നു. അപ്പോഴേ അയാൾ വന്നിട്ട് ചോദിക്കുള്ളൂ ഞാൻ എന്താ ചെയ്തതെന്ന്. മനസ്സിലായോ? അല്ലാതെ നീ അയാളുടെ മുഖം ഹൈഡാക്കി വെച്ചു, നിന്റെ മുഖം ഹൈഡാക്കി വെച്ചിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് അതിൽ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ എന്താ ചെയ്യണം? എന്നിട്ട് ഞങ്ങളെ ഉമ്മാനി പെങ്ങന്മാരെയൊക്കെ നിന്റെ കണത്തിൽ പെടുത്തണമെന്ന് ഈ പറയുന്നത് അത് തൽക്കാലം സൗകര്യമല്ല. ബാക്കി പറയുമ്പോ നിങ്ങൾ എന്റെ പഴമിഴുങ്ങി ഇരുന്നേന്ന് ചോദിക്കുവോ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ. നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് ഇന്നിപ്പോ എല്ലാരും മറ്റേ വല്ല അമേരിക്കക്കോ ലണ്ടനിക്കോ അങ്ങോട്ടെങ്കിലും പോവുക. ഇവിടെ ഒരിക്കലും സേഫ് അല്ല. കണ്ടില്ലേ, ഒരിക്കലും സേഫ് അല്ലാത്ത ഒരു രാജ്യത്താണ് ഇത്തരം. കാരണം എന്താ അറിയോ, ഇത് ഈ നാട്ടിലാവുകൊണ്ടാണ് നീ ഈ കാണിച്ച തമ്മാടിത്തരം ഇപ്പോഴും നിയമത്തിന്റെ മുമ്പിൽ എത്താത്ത. ആ വ്യക്തി തിരിച്ചൊരു കേസ് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതിന് മനുഷ്യാവകാശ കമ്മീഷൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുക ചെയ്ത പൊന്നു മോളെ നീ തൂങ്ങും. അതിനുള്ള അവസരം ഈ കൊടുക്കാതെ ആ മുഖം ഹൈഡ് ചെയ്തതാണ് നിന്റെ ഭാഗ്യം. നിനക്കറിയാം അത് ഹൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പുറകെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതവിടെ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കമന്റ് ബോക്സ്. നിന്റെ കമന്റ് ബോക്സിലുള്ള ആളുകളോ അതല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നുമല്ല പ്രശ്നം. ഈ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് എന്തെങ്കിലും കാണിച്ച് ഒരു വീഡിയോസോ ഫോട്ടോസോ അതല്ലെങ്കിൽ ഒരു വോയിസോ പുറത്ത് വിടുമ്പോ അതിനൊരു വ്യക്തത വേണം. അതല്ലെങ്കിൽ അതിനൊരു വ്യക്തത കൊടുക്കാൻ ശ്രമിക്കണം. ഇത് രണ്ടും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വെറുതെ നീ ഇങ്ങനെ ഇരിക്കുക, അയാൾ അപ്പുറത്തും ഇരിക്കുക, എന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ട് ഈ രണ്ടുപേരുടെയും മുഖം കാണിക്കാതെ ഒരു വീഡിയോ ഇട്ടിട്ട് നിന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരനെ പള്ളി തൊടുക്കൊക്കിട്ട് തെറി പറയും. ഞങ്ങൾ ആരനെ ചോദ്യം ചെയ്യണ്ടേ? ആർക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കണ്ടു? ഇതൊന്നും ഇല്ലാത്തൊരു സംഭവമാണെന്നുള്ളത് നിന്റെ ഈ സംസാരത്തിലും ഉണ്ട്, അതുപോലെ തന്നെ നിന്റെ ആ പ്രവൃത്തിയിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നീ കൂടുതൽ വെളുപ്പിക്കാനൊന്നും നോക്കണ്ട, സംഗതി കയ്യിൽ നിന്ന് ഉപയോഗിക്കണം. അപ്പൊ ഇതുപോലെയുള്ള വൈറലാകാൻ വേണ്ടിയിട്ടും 10 പേരുടെ മുമ്പിൽ ആളാകാൻ കിട്ടിയ ചാൻസും മുതലെടുക്കാൻ നടക്കുന്ന സകല അവന്മാരോടും പറയുന്നത്. ഇതൊക്കെ വെറും ചീപ്പാണ്. സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലമൊന്നുമല്ല. എല്ലാവർക്കും എല്ലാത്തിനെയും കുറിച്ചിട്ട് നല്ല ചിന്തയും ബോധവും ഉണ്ട്. മനസ്സിലായോ? എല്ലാവരും ലഹരിമ നടക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. അപ്പൊ ഒരു കാര്യം പബ്ലിക്കിലേക്ക് ഇടുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തത വേണം എന്ന് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. പിന്നെ വെറുതെ നീ പറയുന്നതുമായിട്ടോ ആ സംഭവമായിട്ടോ യാതൊരു പൊരുത്തവും അല്ല എന്നുള്ളത് നിന്റെ ഈ വീഡിയോസ് കണ്ട എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി അധികം കടന്നു മെഴുകണ്ട. ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും. പറഞ്ഞിട്ട് കാര്യമല്ല. എന്തായാലും വളരെ ചീപ്പ് പരിപാടിയായി. ഇതിൽ നിങ്ങളെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ പലരും കണ്ടവരായിരിക്കും. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ അതിന്റെ ചെറിയൊരു പാർട്ട് ഇപ്പൊ ഇവിടെ കൊടുക്കാം. അതിലെന്തെങ്കിലും അയാൾ കാണിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ നോക്കിയോ, മാസ്ക് വെച്ചിട്ടുണ്ട്, അയാളുടെ മുഖം ബ്ലറാക്കിയിട്ടുണ്ട്.
ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതിൽ എന്തെങ്കിലും ആ ഒരു വ്യക്തി ഒരു തോണ്ടുന്നതോ പിടിക്കുന്നതോ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കെന്തായാലും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതാന്ന് ഞാൻ പറയുന്നില്ല. ഇവള് സ്വയം വൈറലാകണം, 4 ആളറിയണം, ഈ അക്കൗണ്ട് ഒന്ന് റീച്ച് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത മാതിരിയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യണം. അപ്പോ ഓക്കെ. താനൊക്കെ എന്തോ നോക്കിയിരിക്കുവാടോ. ക്യാമറ ഓണാക്കി വെച്ചിട്ട് എത്ര നേരമായി? ഇവിടെ കിടന്ന് നല്ല പിള്ള ചമഞ്ഞ് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കി പിന്നീട് കാശ് ഉണ്ടാക്കാനുള്ള പണി അങ്ങ് കൈവച്ചാൽ മതി മോളെ.